ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസം ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി വ്യക്തികളുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് റായ്പൂരിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കേരളത്തിൽ. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനയുടെ ശക്തി പ്രകടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ശംഖുമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു. മറൈൻ കമാൻഡോകളുടെ പ്രകടനം, രക്ഷാപ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവതരണം തുടങ്ങിയവയ്ക്ക് ശേഷം കേരളീയ കലാരൂപങ്ങളുടെ പ്രകടനവും ഉണ്ടാകും. ഇവയെല്ലാം LED സ്ക്രീനുകളിൽ വീക്ഷിക്കുന്നതിനുള്ള അവസരവും ശംഖുമുഖത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ കൂടിയായ രാഷ്ട്രപതിയെ MH-60R ഹെലികോപ്റ്റർ സല്യൂട്ടുമായാവും ശംഖുമുഖത്ത് നാവികസേന സ്വീകരിക്കുക. 5:15 രാഷ്ട്രപതി വേദിയിലെത്തും. INS വിക്രാന്ത് അടക്കം സുപ്രധാന യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം അണിനിരക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ രാഷ്ട്രപതി വീക്ഷിക്കും. 6:45 ആയിരിക്കും രാഷ്ട്രപതി ചടങ്ങിനെ അഭിസംബോധന ചെയ്യുക. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നിയന്ത്രണം. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ശംഖുമുഖം, വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പാസ് ഇല്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾക്ക് നഗരപരിധിയിലെ വിവിധ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ നിന്നും പരിപാടി നടക്കുന്ന വെട്ടുകാട്, ശംഖുമുഖം ഭാഗത്തേക്കും തിരിച്ചും KSRTC നിശ്ചിത ടിക്കറ്റ് നിരക്ക് ഈടാക്കി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കണമെന്നും ട്രാഫിക് പോലീസ് നിർദ്ദേശിച്ചു. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസം ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള റേഷൻ കാർഡുകളിൽ ഏതാണ്ട് 100% ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ പറഞ്ഞു. രാജ്യസഭയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP ചോദ്യങ്ങൾ ഉന്നയിച്ചു. പദ്ധതിയിൽ എല്ലാവിധ ചർച്ചയ്ക്കും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും പ്രചാരണ പരിപാടികളും പുരോഗമിക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് പോളിംഗ് ബൂത്തുകളെക്കുറിച്ചും സ്ഥാനാർത്ഥികളുടെ ചെലവ് സംബന്ധിച്ചും മനസ്സിലാക്കാം. ഓരോ വാർഡിലും ഗ്രാമപഞ്ചായത്തിൽ പരമാവധി 1200 വരെയും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 1500 വരെയും സമ്മതിദായകരെ ഉൾപ്പെടുത്തിയാണ് ഒരു പോളിംഗ് സ്റ്റേഷൻ നിശ്ചയിക്കുന്നത്. വോട്ടെടുപ്പിനായി 33,750ഓളം പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ചെലവിനായി ഒരു സ്ഥാനാർത്ഥിക്ക് വിനിയോഗിക്കാവുന്ന പരമാവധി തുക ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിൽ 1,50,000 രൂപയുമാണ്. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പരമാവധി 75,000 രൂപയും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1,50,000 രൂപ വരെയും ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാം. ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകമാണ് ചെലവ് കണക്ക് നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ SIRന്റെ ഭാഗമായി ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,14,494 ആയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ 88.74%. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ഫോമുകൾ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വാഹന അനൗൺസ്മെന്റുകൾ സജീവമായി. വാഹന അനൗൺസ്മെന്റുകൾക്കൊപ്പം കേൾക്കുന്ന പ്രചാരണ ഗാനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടർമാരെ കയ്യിലെടുക്കാൻ ആകർഷകമായ പ്രചാരണ ഗാനങ്ങളാണ് കലാകാരന്മാരുടെ സഹായത്തോടെ മുന്നണികൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പാരഡി ഗാനങ്ങൾക്ക് പുറമെ നാടൻ പാട്ടുകളായും രസകരമായ പുതിയ ഈണങ്ങളിലും പ്രചാരണ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലെയും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും വികസന കാഴ്ചപ്പാടുകളും സ്ഥാനാർത്ഥിയുടെ വ്യക്തിവൈശിഷ്ട്യവുമൊക്കെ കുറിക്കൊള്ളുന്ന വരികളായി ഗാനത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു.
ഇടുക്കിയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ ഒരുക്കങ്ങളും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും കർശന പരിശോധനകളുമായി ജില്ലാ ഭരണകൂടം സജീവമായി രംഗത്തുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ 10 കേന്ദ്രങ്ങളിലായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ഹരിത തെരഞ്ഞെടുപ്പ് പരിശീലനങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കുന്നുവെന്നത് ഉറപ്പാക്കാൻ ജില്ലയിലെമ്പാടും പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കായി പോസ്റ്റൽ ബാലറ്റുകളുടെ വിതരണം തുടങ്ങി. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും സ്വീകരണവും ബ്ലോക്ക്, മുനിസിപ്പൽ കേന്ദ്രങ്ങളിലെ 10 ഇടങ്ങളിലായി നടക്കും. വോട്ടെണ്ണലും ഈ കേന്ദ്രങ്ങളിൽ തന്നെയാകും നടക്കുക. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി വ്യക്തികളുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർ കൈവരിക്കുന്ന നേട്ടങ്ങൾ രാജ്യത്തിനാകെ പ്രചോദനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കർണാടക സംഗീതത്തിലും ചിത്രകലയിലും കൈവരിച്ച മികച്ച നേട്ടങ്ങൾക്ക് കേരളത്തിൽ നിന്ന് NS ശ്രേയസും പുരസ്കാരത്തിന് അർഹനായി. സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തും. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ തണ്ടുതുരപ്പന്റെ ആക്രമണം രൂക്ഷമാകുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ച് കീടനിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. രാമങ്കരി, നെടുമുടി, കൈനകരി, തകഴി, ചെറുതന, കരുവാറ്റ എന്നീ കൃഷിഭവനുകളുടെ പരിധിയിൽ വിതച്ച് 45 ദിവസം വരെ പ്രായമായ നെൽച്ചെടികളിലാണ് തണ്ടുതുരപ്പന്റെ ആക്രമണം വ്യാപകമായത്. അടിയന്തര നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. രോഗം വ്യാപിക്കുന്നത് തടയാൻ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കീടനിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കീടബാധ കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ എല്ലാ കർഷകരും ഒരേ രീതിയിൽ കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കും. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് സേവാ തീർത്ത് എന്ന് പുനർനാമകരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നും രാജ് നിവാസിന്റെ പേര് ലോക് നിവാസ് എന്നും പുനർനാമകരണം ചെയ്തിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 219 പോയിന്റ് നഷ്ടത്തിൽ 84,915-ലും നിഫ്റ്റി 97 പോയിന്റ് നഷ്ടത്തിൽ 25,935-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 520 രൂപ കൂടി 95,760 രൂപയും ഗ്രാമിന് 11,970 രൂപയുമാണ് ഇന്നത്തെ വില. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിക്കിട്ടാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പത്മകുമാറിന്റെയും ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. എഴുത്തുകാരനും പശ്ചിമബംഗാൾ ഗവർണറുമായ CV ആനന്ദബോസ് ഇന്ന് മഹാകവി വള്ളത്തോളിന്റെ ജന്മഗൃഹം സന്ദർശിക്കും. CV ആനന്ദബോസ് രചിച്ച മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും നടക്കും. ഇടുക്കിയിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 36 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തൊടുപുഴ പാലാ റോഡിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം ചൂരപ്പട്ട വളവിൽ പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് HSS സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഞ്ചരിച്ച വിനോദയാത്രാ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 36 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 6 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിന്റെ 3ാം ദിവസം ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി വ്യക്തികളുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് റായ്പൂരിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50-ന്.